ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ജനസംഖ്യ പ്രവണതകളെ കുറിച്ചുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനസംഖ്യ ഉയരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നതെന്നും അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ ഒരു ഓവർ പോപ്പുലേഷൻ മൂലം എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്ലൈഡ് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നമുക്ക് നോക്കാം ഓവർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, അല്ലെ, പോപ്പുലേഷൻ വേഴ്സസ് ഫുഡ് സെക്യൂരിറ്റി. അപ്പൊ എന്താണ് ഓവർ പോപ്പുലേഷൻ ഉണ്ടാവുമ്പോ അത് എന്തിനൊക്കെ ബാധിക്കും? ജനം അല്ലെങ്കിൽ കൂടുതലായാണെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടണം, അല്ലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ നോക്കിക്കേ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ ഫേസസ് ഇൻക്രീസിങ് പോവേർട്ടി ആൻഡ് മാൽ ന്യൂട്രീഷൻ. എന്ന് വെച്ചാൽ വലിയ തരത്തില് ജനസംഖ്യ ഇന്ത്യയിൽ ഉയരുമ്പോ അത് എന്താവും? കൂടുതൽ ഫുഡ് പ്രൊഡക്ഷൻ നടക്കണം, അല്ലെ. എല്ലാവർക്കും എന്താണ് അന്നം കിട്ടണ്ടേ? അപ്പോ അങ്ങനെ വരുമ്പോൾ കുറച്ചു പേരെന്താവും, കുറച്ച് സെക്ഷൻ ഓഫ് ആളുകള് അവിടെ ദാരിദ്ര്യം അനുഭവിക്കാം, അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് മൂലം കുറെ പേര് മരണപ്പെടാം, അല്ലെ. അതാണ് നെക്സ്റ്റ് ഇതൊക്കെ ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് കേട്ടോ, പത്രവാർത്തകളാണ്. അതിന്റെ ഓരോ ഹെഡ്ലൈൻസ് ആയിട്ടാണ് ടീച്ചർ വായിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ആൻഡ് നെക്സ്റ്റ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലസ് കൺട്രി വിൽ ഇന്ത്യ ബി ഹാപ്പി ഓർ നെർവസ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ രാജ്യമായ ഇന്ത്യയില് കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണെന്ന് വിരിക്കുക കേട്ടോ. അപ്പൊ അത് ഇന്ത്യക്ക് സന്തോഷമായിരിക്കുമോ അല്ലെങ്കിൽ അതൊരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഒരു രാജ്യത്ത് ജനസംഖ്യ ഉയരുമ്പോ അതിനുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്, അല്ലെ, കറക്റ്റ് എല്ലാവർക്കും അന്നം എത്തിക്കണം, ആരും ദാരിദ്ര്യത്തിലേക്കോ പോഷകാഹാരം മൂലം മരണപ്പെടാൻ പാടില്ല. അതിനുള്ള പദ്ധതികൾ നല്ല രീതിയിൽ എഫോർട്ട് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ പിന്നെ അവിടെ എത്ര പോപ്പുലേഷൻ ഉയരുമ്പോ എന്തുണ്ടാവില്ല, അത്ര ഇതുണ്ടാവില്ല, അല്ലെ. പക്ഷേ ഉയരുമ്പോ, അല്ലെ, ജനസംഖ്യ ഉയരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഡിഫക്ട്സും നമ്മുടെ കൺട്രിയിൽ അനുഭവപ്പെടാം, അല്ലെ. അപ്പോ എല്ലാവർക്കും എന്ത് ആവില്ല, അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല, അല്ലെ. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇനി അടുത്ത ഒരു ഹെഡ്ലൈൻ നോക്കിക്കേ, population in India, millions migrate to big cities due to insufficient job opportunities എന്നാണ് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ജനസംഖ്യ ഉയരുമ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്യും, പല പല പട്ടണങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ അവരെന്ത് ചെയ്യും, ചേക്കേറും, താമസിക്കാൻ പോവും, അല്ലെ. സോ എന്താണ്, കൂടുതലായിട്ട് ജനസംഖ്യ ഉയരുമ്പോ അതിൻ്റെതായിട്ടുള്ള ആളുകൾക്ക്, അവിടെ വസിക്കുന്ന ആളുകൾക്ക് പണി കിട്ടണമെന്നില്ല, അല്ലെ. അപ്പൊ അവര് കൂടുതൽ പുതിയ പണികൾക്കായിട്ട് മറ്റുള്ള പട്ടണങ്ങളെ ആശ്രയിച്ച് അവർ എന്ത് ചെയ്യും, അവിടെ താമസിക്കാൻ തുടങ്ങും, സെറ്റിൽ ചെയ്യാൻ തുടങ്ങും, അല്ലെ. And next one, population explosion has created far-reaching crisis in the health sector and quality of life. ഇപ്പൊ ജനസംഖ്യ ഉയരുമ്പോ, നമ്മുടെ ഇന്ത്യയിൽ ജനസംഖ്യ ഉയരുകയാണെന്ന് വെക്കുക, അല്ലെ. ഇപ്പൊ നമ്മളെ ഇന്ത്യയാണ്, അല്ലെ, ഇറ്റ് ഇസ് ലാർജസ്റ്റ് പോപ്പുലേഷൻ, അല്ലെ, ഇന്ത്യക്കാണ്, അല്ലെ. ഇപ്പൊ സെക്കൻഡ് ചൈനയായിട്ട് മാറിയിട്ടേ ഉള്ളൂ. അപ്പോ ഇന്ത്യയിൽ അങ്ങനെ വരുമ്പോ ആരോഗ്യ മേഖലയിൽ വലിയ തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും എന്താണ്, ഇപ്പൊ ഒരു പാൻഡമിക് വന്നു, നമ്മുടെ കോവിഡ് വന്നപ്പോ കുറെ പേരെ ഐസൊലേഷൻ വാർഡിലാക്കാനുള്ള ഒരു ഇതില്ല. എന്താണ്, കുറെ ജനങ്ങളും ഉണ്ട്, എല്ലാവർക്കും പടർന്നു പിടിക്കുകയാണ്. അപ്പോ കുറെ പേര് അവരവരുടെ വീടുകളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെ. കൂടുതൽ ഹോസ്പിറ്റലിൽ മറ്റുള്ള രോഗികൾക്ക് പോലും വരാൻ പേടിയായിരുന്നു ആ ഒരു ടൈമിൽ, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്രൈസിസ് ഹാപ്പൻ ചെയ്യാം, അല്ലെ. അത് അവരുടെ എന്താണ് ജീവിതത്തെ വലിയ തരത്തിൽ, അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ വലിയ തരത്തിൽ ബാധിച്ചേക്കാം എന്നാണ് കേട്ടോ പറയുന്നത്. ആൻഡ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഇസ് എൻ അലാമിംഗ് ക്രൈസിസ്, അല്ലെ. എന്ന് വെച്ചാല് നമ്മൾ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജാഗ്രതയിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് പോപ്പുലേഷൻ ക്രൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം, അല്ലെ. നോക്കാം.
ഇന്ത്യയിലെ അമിത ജനസംഖ്യ അല്ലെ, ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുനേർ. ഇന്ത്യയിൽ കുതിച്ചുയരുന്ന ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പോഷകാഹാര കുറവും അഭിമുഖീകരിക്കുന്നു. പിന്നെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് അല്ലെ. അപ്പോ ഇന്ത്യ സന്തോഷിക്കുമോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പരിഭ്രമിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരങ്ങളിലേക്ക് ചേക്കേറാൻ നയിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ജനസംഖ്യാ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും അല്ലെ ദൂരവ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളതൊക്കെ പല പത്രവാർത്തകളായിട്ട് വന്ന ഓരോതാണ് ഈ ഒരു സ്ലൈഡിൽ, ഈ 2 സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്ന് കേട്ടാലോ. ഓക്കെ, ഓവർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ അല്ലെ, ഇന്ത്യയിലെ അമിത ജനസംഖ്യ അല്ലെ, പോപ്പുലേഷൻ വേഴ്സസ് ഫുഡ് സെക്യൂരിറ്റി. അപ്പോ എന്താ, ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുനേർ നിൽക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് അവർ ഓവർ പോപ്പുലേഷൻ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ ഫേസസ് ഇൻക്രീസിംഗ് പോവേർട്ടി ആൻഡ് മാൽ ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ജനസംഖ്യ വരുമ്പോ എന്താണ്, എല്ലാവർക്കും അവരുടെ ബേസിക് നീഡ്സ് അല്ലെ, ആവശ്യ വസ്തുക്കൾ, അവരവരുടെ ഓരോ ദിവസത്തെ കഴിക്കാനുള്ള ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വകയില്ലാത്ത കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവും അല്ലെ, പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടും അല്ലെ. ഓരോ 5 മിനിറ്റ്സിലും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ പല ഭാഗത്തായിട്ട് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അല്ലെ മക്കളെ. അപ്പൊ നോക്കിക്കേ, അങ്ങനെ ജനസംഖ്യ അല്ലെ, ഇന്ത്യയിലെ കുതിച്ചുയരുന്ന ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അഭിമുഖീകരിക്കുന്നു എന്നാണ് അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ എന്താണ്, ജനസംഖ്യ വർദ്ധിച്ചു വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ അധിവസിക്കുന്ന ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. Millions migrate to big cities due to insufficient job opportunities. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ ഉയർന്നു വരികയാണെങ്കിൽ അപ്പൊ അവിടെ എന്തുണ്ടാവും, എല്ലാവർക്കും ജോലി ഉണ്ടാവോ? ഇല്ല. കുറെ ആളുകളെ എബ്രോഡിലേക്ക് ചേക്കേറും. അതുപോലെ തന്നെ കുറെ ജനതകള് പല പല സിറ്റീസിലേക്ക്, മുംബൈ, ബോംബെ, ചെന്നൈ പോലുള്ള സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് far reaching crisis in the health sector and quality of life അല്ലെ. എന്താണ്, ജനസംഖ്യ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. പോപ്പുലേഷൻ ഇൻ ഇന്ത്യ an alarming issue. എന്താണ്, ഇന്ത്യയിലെ ജനസംഖ്യ ഒരു കുഴപ്പിക്കുന്ന വിഷയം തന്നെയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. സോ ഇതൊക്കെ ഹെഡ്ലൈൻസ് ആണ്, അതിനെ കുറിച്ച് ഒന്നും കൂടെ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാണ്. ആൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി, വിൽ ഇന്ത്യ ബി ഹാപ്പി ഓർ നെർവസ്? ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ സന്തോഷിക്കുമോ അല്ലെങ്കിൽ അതില് പരിഭ്രമിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളും അനലൈസ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. എന്നിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ജനസംഖ്യ ഉയരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ രാജ്യത്ത് വരുന്നത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നോക്കുക കേട്ടോ നോട്ട്ബുക്കില്. അപ്പൊ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടും. എപ്പോഴും ന്യൂസ് വായിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവും, ഇങ്ങനെ സംഭവിച്ചാണെങ്കിൽ. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇന്ത്യ ഇപ്പൊ ഫസ്റ്റ് പ്ലേസിലാണ് ജനസംഖ്യ ഉയർച്ചയില്. അപ്പൊ എന്തൊക്കെ ഏതൊക്കെ ആളുകളെ അത് പിന്നെയും അടിച്ചമർത്തലിലേക്ക് പോവും അല്ലെ. പണി കിട്ടാതെ കുറെ പേര് അലയേണ്ടി വരും, പോഷകാഹാരക്കുറവ് മൂലം കുറെ പേർ മരണപ്പെടും അല്ലെ. അപ്പോ നെക്സ്റ്റ്,
and you have read the news headlines. അപ്പൊ നിങ്ങൾ ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? സോ they all indicate, ഇതൊക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? It is the population growth of India. നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യ വളർച്ചയെ കുറിച്ചാണ് ഇത് പറയുന്നത് അല്ലെ? So what problems arise when the population increases? അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക നമ്മുടെ ജനസംഖ്യ ഉയരുന്നതോടെ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അല്ലെ? ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയെ കുറിച്ചാണ് ഇവ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് മക്കളെ ഉണ്ടാവുന്ന? ആദ്യത്തെ പ്രശ്നം എന്താണ്? വായിച്ചേ. ഇറ്റ് ഈസ് പോവേർട്ടി അല്ലെ? ദാരിദ്ര്യം മൂലം കുറെ പേര് മരണപ്പെടാം അല്ലെ? പിന്നെന്താണ്? അൺഎംപ്ലോയ്മെന്റ്. എല്ലാവർക്കും പണി ഉണ്ടാവുമോ? ഇല്ല. കുറെ പേര് മറ്റുള്ള സിറ്റീസിലേക്ക് അല്ലെങ്കിൽ കൺട്രീസിലേക്ക് ചേക്കേറുന്നു എന്ന് പറയുന്നു. തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഫാക്ടർ ഫോർ ദി എന്താണ്? ഇറ്റ് ഈസ് സ്റ്റാർവേഷൻ. പട്ടിണി മൂലം കുറെ പേര് മരണപ്പെടാം. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഈസ് പൊല്യൂഷൻ എന്ന് വെച്ചാല് മലിനീകരണം. കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ വർദ്ധിച്ചു വരുമ്പോ എന്ത് ചെയ്യും? നല്ല തരത്തിലുള്ള പ്ലാസ്റ്റിക് യൂസേജ് കൂടും. അത് നമ്മുടെ പരിസ്ഥിതിയെ വലിയ രീതിയിൽ ബാധിക്കും അല്ലെ? അതാണ് പൊല്യൂഷൻ. നെക്സ്റ്റ്, ഡീഫോറസ്റ്റേഷൻ. ആളുകളുടെ ആവശ്യം കൂടുന്തോറും അവരവരുടെ വീടുകൾ വലിയ വലിയ മാളികകൾ ഉയരുമ്പോ അത് മരങ്ങളെ അവരെന്ത് ചെയ്യും? വെട്ടി വീഴ്ത്തിയിട്ട് ഫർണിച്ചേഴ്സ് ഒക്കെ മേക്ക് ചെയ്യുന്നു. അതാണ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം അല്ലെ? വനനശീകരണം നടത്തുമ്പോ അവിടെ അധിവസിക്കുന്ന ട്രൈബൽസ് ഒക്കെ ഉണ്ട് അല്ലെ? അവിടെ ട്രൈബൽ സെറ്റിൽമെന്റ്സിനൊക്കെ വലിയ തരത്തിൽ അത് ബാധിക്കുമെന്നും മക്കൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് പോപ്പുലേഷൻ? വാട്ട് ഈസ് പോപ്പുലേഷൻ എന്ന് ചോദിക്കുമ്പോ മക്കൾ എന്താണ് പറയാ? ഒരു ഷോർട്ട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നോക്കാം. പോപ്പുലേഷൻ, ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ total number of people residing in an area during a given period of time. Okay, ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. 1990-ലുള്ള ജനസംഖ്യ ആയിരിക്കുമോ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കുള്ളത്? അല്ല, അത് ഉയരാം അല്ലെങ്കിൽ കുറയാം അല്ലെ? ഒരു അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കാം അല്ലെ? അതാണ് എന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സ്ഥലത്ത് അല്ലെ മൊത്തമുള്ള ആളുകളുടെ അല്ലെ എണ്ണം എടുക്കുന്നതാണ് ജനസംഖ്യ എന്ന് പറയുന്നത് അല്ലെ? സോ അതാണ് പോപ്പുലേഷൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ആ ഒരു വർഷത്തില് ആ ഒരു മൊത്തം ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ് മൊത്തമുള്ള ആളുകളുടെ കണക്കെടുക്കുന്നതാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. 29 സ്റ്റേറ്റ്സിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, അതിന്റെ റേറ്റ് അവർ കണക്ക് കൂട്ടുന്നതാണ് എന്ത് മക്കളെ? ഇറ്റ് ഈസ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ആൻഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഇൻഡിക്കേറ്റ് അല്ലെ? അപ്പൊ നമ്മൾ കുറെ ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചു അല്ലെ? അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ജനസംഖ്യ കൂടുമ്പോ അത് സമൂഹത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ള അതിന്റെ കാരണങ്ങളും ഘടകങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? അപ്പൊ ഈ ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് കണ്ടപ്പോ മക്കൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കയറി വന്നിട്ടുണ്ടാവും അല്ലെ? ഹൗ ദ കൺട്രീസ് സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഇസ് എഫക്റ്റഡ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ്. ഇങ്ങനെ ജനസംഖ്യ ഉയരുമ്പോൾ അത് നമ്മുടെ സാമൂഹിക സാമ്പത്തിക ആ ഒരു അവസ്ഥയെ എങ്ങനെ ബാധിക്കും ജനസംഖ്യ കൂടിയാൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ? ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ അല്ലെ? അത് വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ സർക്കാരിന്റെ ഖജനാവില് അത്ര ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല അല്ലെ? ജനസംഖ്യ കൂടുമ്പോൾ അവരുടെ നമ്മുടെ ജനസംഖ്യ അല്ലെ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയണമെന്നില്ല. അവിടെ ഒരു ഗ്യാപ്പ് രൂപപ്പെടാം അല്ലെ? നെക്സ്റ്റ് വൺ, ഇഫ് ദിസ് ഇസ് ദ കേസ്, will our country be able to achieve sustainable development?
അപ്പൊ ഇതാണ് അല്ലെ, ഇത്തരത്തിലായാൽ നമ്മുടെ രാജ്യത്തിന് സുസ്ഥിര വികസനം നേടാൻ സാധിക്കുമോ അല്ലെ? ഇങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആവാൻ പറ്റുമോ എന്ന് വെച്ചാല്, കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും വയറ് നിറയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അതെങ്ങനെ നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആയി മാറും എന്നാണ് ചോദിക്കുന്നത്. Shouldn't the population be controlled in proportion to available resources on earth? നമുക്ക് ഈ ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഇത്തിരി റിസോഴ്സസേ നമുക്കുള്ളൂ. എയർ, വാട്ടർ ആണെങ്കിലും അല്ലെ, എല്ലാം എന്താണ് വീതിച്ച് എല്ലാവർക്കും കൊടുക്കാന്നുള്ളതൊന്നുമില്ല അല്ലെ, ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് അതുള്ളത്. അപ്പൊ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ, എർത്തിലുള്ള, അതിനനുസരിച്ചുള്ള ആളുകളെ നമുക്ക് കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ. ഭൂമിയിലെ ലഭ്യമായ വിഭവങ്ങൾക്ക് അനുപാതികമായി ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ടതല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ മക്കളൊന്ന് ആൻസർ ചെയ്യണം. ഓക്കെ, പിന്നെ അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, എന്താണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ റിപ്പോർട്ട് ഓഫ് 2023. എന്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടായിരിക്കും? ദ വേൾഡ് പോപ്പുലേഷൻ, നമ്മുടെ ലോകത്ത് മുഴുവനായിട്ടുള്ള പോപ്പുലേഷന്റെ റേറ്റ് കണക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 804.5 crore ആണ്, 804 കോടിയാണ് എന്നാണ് പറയുന്നത് ലോകത്ത് മൊത്തമുള്ള ജനങ്ങളുടെ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരാണ് പുറത്തുവിട്ടത്? യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ആണ്. അവരുടെ 2023 റിപ്പോർട്ട് അനുസരിച്ചുള്ള കണക്കാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലോകത്ത് ആകമാനമുള്ള ജനസംഖ്യാ നിരക്ക് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യാ നിരക്ക് മക്കൾക്ക് അറിയണ്ടേ? അതറിയാനുള്ള ആകാംക്ഷ മക്കളിൽ ഉണ്ടാവും അല്ലെ? ഇറ്റ് ഈസ് 142.86 crore ആണ്. 142.86 ദശലക്ഷം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ വസിക്കുന്നു, കോടാനുകൂടി ആളുകൾ വസിക്കുന്നുണ്ട് അല്ലെ? സോ അതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 804.5 കോടിയും. ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ടീച്ചർ പറഞ്ഞത്? മക്കൾ ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. ദ വേൾഡ്സ് പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ദി UNFPA റിപ്പോർട്ട് of 2023 is 804.5 crore എന്നും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ നിരക്ക് എത്രയാണ് 2023 റിപ്പോർട്ട് പ്രകാരം എന്ന് ചോദിക്കുമ്പോൾ എത്ര പറയണം? 142.86 crore എന്ന് പറയണം. ഓക്കെ, അതാണ് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 142.86 കോടിയുമാണ് എന്ന് മക്കള് പറയണം. ഓക്കെ, ദി സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി, എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് പോപ്പുലേഷൻ ഡാറ്റ. എന്തൊക്കെ? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ്? എന്തൊക്കെ ഘടകങ്ങളായിരിക്കും? ഇറ്റ് ഈസ് മെയിൻലി ദ ബർത്ത് റേറ്റ് അല്ലെ? ബർത്ത് റേറ്റ് എന്ന് പറയുമ്പോ എന്താണ്? ജനന നിരക്ക് അല്ലെ? ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോ മരണനിരക്ക് അല്ലെ? അതുപോലെ തന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ശിശു മരണനിരക്ക്, അതുപോലെ തന്നെ ഏജ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രായഘടന മുതലായവ കണക്കിലെടുത്തിട്ടാണ് ഒരു രാജ്യത്തിന്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെ മക്കളെ? ഇറ്റ് ഈസ് ദ ബർത്ത് റേറ്റ്, ഫസ്റ്റ് വൺ ബർത്ത് റേറ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഏതാണ് മക്കളെ? ഡെത്ത് റേറ്റ് അല്ലെ? മരണനിരക്ക്. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്
റേറ്റ്, ശിശു മരണ നിരക്ക്. ആൻഡ് ഫോർത്ത് വൺ, ഏജ് സ്ട്രക്ചർ, പ്രായഘടന. ഇതൊക്കെയാണ് എന്തിനെ നിർണ്ണയിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക വികസന സൂചികയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് slide. For that, we need to understand different population trends and population structure. അപ്പോ പല വർഷങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ സ്ട്രക്ചർ, ഘടന എന്ന് പറയുന്നത് വ്യത്യാസമുള്ളത് തന്നെയാണ്. എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ നിരക്ക് ഒരേ രീതിയിലാണോ നിലനിൽക്കുന്നത്? അത് പെർമനന്റ് അല്ല, അത് വളരെ ടെമ്പററി ആണ്, താൽക്കാലികം മാത്രമായിരിക്കാം. അതിൽ ഓരോ വർഷം വരുമ്പോഴും അതിൽ ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനായി ജനസംഖ്യയുടെ വ്യത്യസ്ത പ്രവണതകളെയും ജനസംഖ്യാ ഘടനയും കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയാലോ? ഓക്കെ, അപ്പോ അതിനുവേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഡെമോഗ്രഫി. എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് ആണ് ബർത്ത്, ഏജിങ്, ഡെത്ത് ആൻഡ് മൈഗ്രേഷൻ. ഓക്കെ, അപ്പോ എന്താണ് ഡെമോഗ്രഫി എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് ഇസ് ഡെമോഗ്രഫി? Demography, it is a branch of science that deals with the population structure. നമ്മുടെ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശാഖയെയാണ് നമ്മൾ ജനസംഖ്യാ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അല്ലെ, അപ്പോ ജനസംഖ്യ ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനത്തെയാണ്? അത് നമ്മുടെ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുടിയേറ്റത്തെ കുറിച്ചും, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത, ഒരു സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് ഉള്ള ജനന നിരക്കും മരണനിരക്കും അവിടെയുള്ള കുടിയേറ്റം, എത്ര ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട് അല്ലെ, അതിന്റെ റേറ്റും അതുപോലെ തന്നെ ജനസാന്ദ്രത, എത്ര ആളുകൾ ഓരോ സൊസൈറ്റിയില് സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ജനസംഖ്യ ശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഒരു ഡൗട്ടും ഇല്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം അല്ലെ. ഓക്കെ, ഇനി എന്താണ് ഈ ഡെമോഗ്രഫി മെയിൻ ആയിട്ട് നോക്കുന്നത്? ഈ ഒരു ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നോക്കാം അല്ലെ. It is analyzes the diverse human resources of an area and its structural changes. നമ്മുടെ ഒരു പ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെ കുറിച്ചും അതിന്റെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുമാണ് ഏത് ശാസ്ത്രത്തില് പ്രതിപാദിക്കുന്നത്? ജനസംഖ്യാ ശാസ്ത്രത്തില് പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ഈ ഒരു ഘടകങ്ങളെ, എന്തിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത് എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് മെത്തേഡ് അല്ലെ. ഇത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഇത് how these human resources can be utilized for the development of a society. ഇവിടെ നിലനിൽക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ ആ ഒരു കൺട്രീനെ വികസനത്തിലേക്ക് എത്തിച്ചേർക്കാം എന്നതിനെ കുറിച്ചുള്ള പഠനം കൂടിയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെ. മാനുഷിക വിഭവങ്ങൾ, ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായി പെടുത്താമെന്നുള്ള വിശദമായ, എങ്ങനെ നമുക്ക് ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള പഠന രീതിയാണ് നമ്മൾ എന്തു പറയുന്നത്? ജനസംഖ്യ ശാസ്ത്രം എന്നോ ഡെമോഗ്രഫി എന്നൊരു ടേം വെച്ച് നമ്മൾ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ.
എന്താണ് ഡെമോഗ്രഫി? വേറൊരു വ്യൂ പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ജനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജനസംഖ്യ, അല്ലെ? ഇറ്റ് ഈസ് ചിട്ടയായ ജനസംഖ്യ പഠനം തന്നെയാണ് ജനസംഖ്യ ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെ? ജനങ്ങളെ കുറിച്ച് പഠിക്കുക, അല്ലെ? അവരെത്ര കൂടുതൽ, അല്ലെ, എത്ര ജനസംഖ്യ കൂടുന്നുണ്ട് ഓരോ സ്റ്റേറ്റിൽ, അതിനെ കുറിച്ചൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള, അല്ലെ, വിവരങ്ങൾ തരിക. അതാണ് ഡെമോഗ്രഫിന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വേർഡ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ, ഡെമോഗ്രഫി. എന്തൊക്കെയാന്ന് നോക്കിയാലോ? ഓക്കെ, ആദ്യം ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഡെമോഗ്രഫി എന്നൊരു വേർഡ് കോയിൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ദിസ് വേർഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദി ഗ്രീക്ക് വേർഡ്സ് ഡെമോസ്. ഡെമോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയായിരിക്കും? പീപ്പിളിനെയാണ്, നമ്മുടെ ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് അബൌട്ട് ഗ്രാഫീൻ? ഗ്രീക്കില് ആ ഗ്രാഫി എന്ന് പറയുന്ന ടേം ഗ്രീക്ക് വേർഡിലേക്ക് വരുമ്പോൾ ഗ്രാഫീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ പറയുന്ന ഡിഫൈൻ എന്നാണ്. അപ്പൊ ജനങ്ങളെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക, അവരെ കുറിച്ചുള്ള ഡിഫൈൻ ചെയ്യുന്ന പഠനത്തെയാണ് ഡെമോഗ്രഫി എന്ന് മക്കള് അത് രണ്ടും റിലേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടാ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഈ പദം ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ഡെമോസ് ജനങ്ങളെന്ന്, അതുപോലെ തന്നെ ഗ്രാഫീൻ വിശദീകരിക്കുക എന്നാണ് ഗ്രാഫീന്റെ അർത്ഥം, അല്ലെ? എന്നിവ ചേർന്നുണ്ടായതാണ് എന്ത് മക്കളെ? നമ്മുടെ ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഫാമിലി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. പിന്നെ ഈ ഒരു പഠനം പിന്നെ എന്തൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കാറുണ്ട് എന്ന് നോക്കിയാലോ? ഇറ്റ് സ്റ്റഡീസ് ദ ട്രെൻഡ്സ് ആൻഡ് പ്രോസസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. എന്താണ്? ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവണതകളെ കുറിച്ചും പ്രക്രിയയെ കുറിച്ചും ഒക്കെ ആര് പഠനം നടത്താറുണ്ട്? നമ്മുടെ ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാ ശാസ്ത്രം പഠനം നടത്താറുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്, അല്ലെ? ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവണതകളെ കുറിച്ചും പ്രക്രിയയെ കുറിച്ചും ഇവ പഠനം നടത്താറുണ്ട്. ഓക്കെ, പിന്നെയോ എന്തൊക്കെയാണ് ഈ ഒരു പോപ്പുലേഷൻ സൈസിനെ, അല്ലെ, ഈ ഒരു പോപ്പുലേഷൻ ജനസംഖ്യ ഉയർച്ചയെ, അല്ലെ, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് മക്കൾക്കറിയോ? നോക്കാം. The factors that influence population size എന്ന് പറയുന്നത്, it is one factor it is birth, and second factor death, third factor മൈഗ്രേഷൻ. ഓക്കെ, ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം തുടങ്ങിയവ. ഇത് നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്യണം. The factors that influence population size is one of the important question in question papers. Okay, എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞേ? It is birth, death and migration. Okay, ഇനി അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആ ഫാക്ടേഴ്സിനെ കുറിച്ച്. The size of population of an area changes according to the measure of the above aspects. എന്ന് വെച്ചാല് ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യ വർധനവ് എന്ന് പറയുന്ന ഓരോ വർഷം തോറും മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെ? ഓക്കെ, ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലുപ്പത്തിന് മാറ്റം ഉണ്ടാകുന്നത് ഇവയുടെ ഒരു അളവിനനുസരിച്ചാണ്. എന്തിന്റെ അളവിനനുസരിച്ച് നോക്കിയാലോ? ഇത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കാണിക്കാനാണ്. ഇന്ത്യയുടെ മാപ്പാണ്. പല സ്റ്റേറ്റിലും എത്ര കോടാനുകൂടി ആളുകളാണ്, അല്ലെ, മൊത്തത്തിൽ നോക്കുമ്പോ, അല്ലെ? നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ പോപ്പുലേഷൻ ഗ്രോത്തിന് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, the structure and composition of the population of area is taken into consideration on account of age structure. അല്ലെ, പ്രായഘടനയെ ആസ്പദമാക്കി ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും, അല്ലെ, മനസ്സിലാക്കുന്ന ഓരോ ഘടകങ്ങളാണ് ഏതൊക്കെ? അവിടെയുള്ളവരുടെ പ്രായഘടന, അല്ലെ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതം, റേഷ്യോ, അല്ലെ, മെയിൽ ഫീമെയിൽ റേഷ്യോ. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇസ് ആശ്രിത അനുപാതം തുടങ്ങി. ആശ്രിത അനുപാതം എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡന്റ് റേഷ്യോ ആണ്. എന്താണ് ഡിപ്പെൻഡന്റ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോ 1 to, അല്ലെ, ഇറ്റ് ഈസ് ബർത്ത് ഇൻഫാന്റ് ടു നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ്, അല്ലെ, അല്ലെങ്കിൽ അഡോൾസന്റ് ആവുമ്പോൾ ഒക്കെ നമ്മൾ ആരെ ആശ്രയിക്കും? നമ്മുടെ പാരന്റ്സിനെ ആശ്രയിക്കും. അപ്പൊ അങ്ങനെ എത്ര പേര് ഇങ്ങനെ പാരന്റ്സിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്? അതിന്റെ റേഷ്യോ ആണ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെ?
അതുപോലെ തന്നെ പ്രായഘടന എന്ന് വെച്ചാൽ 1 തൊട്ട് 5 വയസ്സ് വരെയുള്ള എത്ര കുട്ടികൾ ആ ഒരു സ്റ്റേറ്റിലുണ്ട്. അതുപോലെ തന്നെ 20 മുതൽ 30 അല്ലെ 30 മുതൽ 60, 60 മുതൽ 100 എത്ര ആളുകൾ ഉണ്ട്, അതിന്റെ നിരക്കെടുക്കലും അല്ലെ. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ആ ഒരു സൊസൈറ്റിയിലുള്ളത്, അതിനെ കുറിച്ചുള്ള ആ ഒരു ഫാക്ടേഴ്സ് ആണ് പോപ്പുലേഷൻ നിരക്കിനെ, ഈ ഒരു ഡെമോഗ്രഫി സ്റ്റഡീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, all population studies are carried out on the basis of systematic data collection of a people. എന്ന് വെച്ചാല് എല്ലാ ജനസംഖ്യാ പഠനവും അല്ലെ, അവർ വെറുതെ ഒരു റേറ്റ് നിരക്ക് ഇട്ടിട്ട് വെറുതെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇതാണ് നിരക്ക് എന്ന് പറയുന്നതല്ല. അവർ കറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റേറ്റിൽ പോയിട്ട് അവർ സർവേ നടത്തും. ഈ ഒരു ഡെമോഗ്രാഫിക് സ്റ്റഡീസ് ചെയ്യുന്നവര് അവിടെയുള്ള ജനസംഖ്യ നിരക്ക് എന്തിന്റെ ബേസിസിലായിരുന്നു, മെയിൽ ഫീമെയിൽ റേഷ്യോ, ഏജ് സ്ട്രക്ചർ അല്ലെ, സ്ത്രീ പുരുഷ അനുപാതം, പ്രായഘടനയൊക്കെ ആസ്പദമാക്കിയിട്ട് അവരൊരു സ്റ്റഡീസ് നടത്തിയിട്ട് ഒരു ടേബിൾ ഫോം ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യും അല്ലെ. ഇത്ര പ്രായത്തിലുള്ള കുട്ടികൾ ഇത്ര ഇതില്. അതുപോലെ തന്നെ ആശ്രയ അനുപാതം എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസി റേഷ്യോ, ആ ഒരു റേറ്റ് അനുസരിച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ വയസ്സാവുന്നവരെ ഒരാൾ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളും ഉണ്ടാവും അല്ലെ. അഡൽട്ട്ഹുഡിലും ഒക്കെ ഡിപ്പെൻഡൻസ് റേഷ്യോ എത്ര, ആ ഒരു ഏത് വയസ്സ് വരെയുള്ള ആളുകൾ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ നിരക്കൊക്കെ കറക്റ്റ് ഫാക്ട് രീതിയിലായിരിക്കും അവര് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ ഡാറ്റ കളക്ഷൻ ഓഫ് പീപ്പിൾ. എങ്ങനെയൊക്കെ അവർ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ത്രൂ സർവേ, സെൻസസ് എക്സെട്ര. സർവേ ചെയ്തിട്ട് എന്ന് വെച്ചാല് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു സൊസൈറ്റിയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് നമ്മൾ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിന്റെ ആൻസേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഹിസ്റ്ററി ആർക്കൈവ്സിന് നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് റിസർച്ചിന് വേണ്ടി യൂസ്ഫുൾ ആക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ആളോട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവിടെയുള്ള നിരക്കൊക്കെ പറഞ്ഞു തരും അല്ലെ. അങ്ങനെയാണ്. അതുപോലെ തന്നെ സെൻസസ് എവറി 10 years 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ അവർ ഓരോ വീടുകൾ തോറും വന്നിട്ട്, സെൻസസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാ വീട്ടിലും വന്നിട്ട് എത്ര പേരുണ്ട്, ചെറിയ മക്കളുണ്ടോ അല്ലെ, അങ്ങനെ ചെറിയ മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നവർ എത്രയാണ്, പണിക്ക് പോകുന്നവരുണ്ടോ, തൊഴിൽ രഹിതരുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോ all population studies carried out by the data collection of people through survey and census. അത് മനസ്സിലാക്കിയാൽ മതി. Okay, and next one, most of the concept of demography are expressed in terms of proportion and rates. അവര് നിരക്കിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് സർവേ ത്രൂ ആണെങ്കിലും സെൻസസ് ത്രൂ ആണെങ്കിലും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എത്ര ശതമാനം ആളുകളുണ്ട്, സ്ത്രീ പുരുഷ അനുപാതം, അതിന്റെ ഒരു ലിസ്റ്റ് തരാവോ. അതുപോലെ തന്നെ ആശ്രിത അനുപാതം എന്ന് വെച്ചാൽ ഓരോ ചെറിയ മക്കൾ ഇത്ര പാരന്റ്സിനെ ആശ്രയിക്കുന്നവരുണ്ടാവും, അഡൽട്സ് കുറെ പേര് ആശ്രയിക്കുന്നവരുണ്ടാവും, അതിന്റെ നിരക്കൊന്ന് തരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അല്ലാതെ നിങ്ങളുടെ അഡ്രസ്സോ പേരോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുകയൊന്നുമില്ല. എത്ര ശതമാനം ആളുകളുണ്ട്, പണിക്ക് പോകുന്നവര്, പോവാത്തവരുണ്ടോ അല്ലെ, ഗർഭിണികളായിട്ടുള്ള ആളുകളുണ്ടോ അല്ല, അങ്ങനെയൊക്കെ ചോദിക്കും. അതാണ് എന്ത് ഈ ഒരു ജനസംഖ്യാശാസ്ത്രത്തിന്റെ പഠനം എന്ന് പറയുന്നത്. ഇതാണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ സങ്കല്പനങ്ങൾ അല്ലെ. മോസ്റ്റ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെമോഗ്രഫി ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞു. എന്തൊക്കെ റേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കളക്ട് ചെയ്യുക? സർവേ ത്രൂ ആണെങ്കിലും സെൻസസ് ആണെങ്കിലും ബർത്ത് റേറ്റ് അല്ലെ, ജനന നിരക്ക്, അതുപോലെ തന്നെ ഡെത്ത് റേറ്റ്. എന്താണ് ഡെത്ത് റേറ്റ്? മരണനിരക്ക് അല്ലെ, മരണനിരക്ക്. ആൻഡ് ഫീമെയിൽ മെയിൽ റേഷ്യോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്ത്രീ പുരുഷ അനുപാതം ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ. എന്താ ഡിപ്പെൻഡൻസി റേഷ്യോ? ഇറ്റ് ഈസ് ആശ്രിത അനുപാതം മുതലായവയെ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ജനസംഖ്യാ ശാസ്ത്രം എന്നോ ഡെമോഗ്രഫി എന്നോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ. ഇപ്പൊ എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു ഐഡിയ മക്കൾക്ക് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഈ ഒരു ഡെമോഗ്രഫീനെ നമുക്ക് രണ്ടായി തരംതിരിച്ചാലോ? ഓക്കെ, അതാകുമ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോർമൽ ഡെമോഗ്രഫി ആർ ദ 2 branches ഓഫ് ഡെമോഗ്രഫി. അപ്പൊ ആ ഒരു 2 types ഓഫ് ഡെമോഗ്രഫി ഏതൊക്കെയാണ്? സോഷ്യൽ ഡെമോഗ്രഫി ഉണ്ട്, പിന്നെ എന്താണ്
ഫോർമൽ ഡെമോഗ്രഫി ഉണ്ട് അല്ലെ. ഇതാണ് 2 types ഓഫ് ഡെമോഗ്രഫി. ഓക്കെ, ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ 2 ശാഖകളാണ് ഏതൊക്കെ? സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും അല്ലെ. എന്തൊക്കെയാണ് 2 ശാഖ അല്ലെ? ഈ ഒരു ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ 2 ശാഖകൾ ഏതൊക്കെയാന്ന് ചോദിച്ച മക്കളെ ഏതൊക്കെ പറയും? ഫസ്റ്റ് വൺ സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും അതുപോലെ തന്നെ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവും. ഇതാണ് 2 types ഓഫ് ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ പറയുമ്പോ. ഇനി എന്താണ് സോഷ്യൽ ഡെമോഗ്രാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. The social demography investigates the structure അല്ലെ. ഡെമോഗ്രാഫി PHY ആണ് സോഷ്യൽ ഡെമോക്രസി അല്ല ഡെമോഗ്രാഫി അല്ലെ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? It is the structure of social demography and its causes and consequence of change. എന്ന് വെച്ചാൽ ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തെ കുറിച്ചും സ്റ്റഡി നടത്തുന്ന ഒരു ഇതാണ് മക്കളെ സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ്? ജനസംഖ്യയുടെ ഘടനയെ കുറിച്ചും അവിടെ വരുന്ന മാറ്റത്തെ കുറിച്ചും. എന്ന് വെച്ചാൽ മെയിൽ ഫീമെയിൽ സെക്സ് റേഷ്യോ നമ്മൾ 1990 എടുത്ത ആ നിരക്ക് ആയിരിക്കില്ല 2023 ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതൊക്കെ എന്തിനെ കുറിച്ച് ഉള്ള സ്റ്റഡീസിൽ ഉൾപ്പെടും? നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള നമ്മുടെ ഡെമോഗ്രഫിന്റെ ഫസ്റ്റ് ടൈപ്പ് സോഷ്യൽ ഡെമോഗ്രഫിയിലാണ് ഉൾപ്പെടുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കുക അല്ലെ. പിന്നെ അത് എംഫസൈസ് ചെയ്യുന്ന നെക്സ്റ്റ് പോയിന്റ് ഇനി എന്തൊക്കെ സോഷ്യൽ ഡെമോഗ്രഫി ചെയ്യുന്ന ഡ്യൂട്ടീസ്? ദി സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് എ റീജിയൻ. ഇതെന്തൊക്കെ ഡിസ്കസ് ചെയ്യും? പിന്നെന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയും അവര് സർവേയിലൂടെയും സെൻസസിലൂടെയും? ഒരു പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രീതികളെ കുറിച്ചും അവർ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഓക്കെ, അതിനും പ്രാധാന്യം നൽകുന്നത് കൊണ്ട്. പിന്നെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഏതാണ്? ഫോർമൽ ഡെമോഗ്രഫിയാണ്. അത് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം. ഇറ്റ് മെഷേഴ്സ് ആൻഡ് അനലൈസസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. ഇങ്ങനെയുള്ള നിരക്ക് അല്ലെ മെയിൽ ഫീമെയിൽ റേഷ്യോ നിരക്ക് കൂടാനുള്ള അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സ്റ്റഡീസ് ആണ് ഫോർമൽ ഡെമോഗ്രാഫിക് മെഷേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫോർമൽ ഡെമോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ എന്താണ് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിൽ ജനസംഖ്യ മാറ്റത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഫോർമൽ ഡെമോഗ്രഫിയിലാണ് എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ സെൻസസിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് സെൻസസ്? വാട്ട് ഇസ് സെൻസസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്താണ് പറയാ? സെൻസസ് ഇസ് എൻ എക്സാമ്പിൾ. അപ്പൊ സെൻസസ് എന്ന് പറയുന്നത് ഫോർമൽ ഡെമോഗ്രഫി ആയിരിക്കോ അല്ലെങ്കിൽ സർവേ ആയിരിക്കോ? സെൻസസ് എന്ന് പറയുന്നത് ഫോർമൽ ഡെമോഗ്രഫി ആയിരിക്കോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഡെമോഗ്രഫി ആണോ? എന്താണ്? നമ്മൾ എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിക്കും. അവിടെയുള്ള സോഷ്യൽ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എല്ലാം ചോദിക്കുകയാണെങ്കിൽ അത് ഏതിലാണ് ഉൾപ്പെടുക? ഇറ്റ് ബിലോങ്സ് ടു ഫോർമൽ ഡെമോഗ്രാഫിക് സ്റ്റഡി അല്ലെ. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്ര പഠനത്തിന് ഉദാഹരണമാണ് എന്ത് മക്കളെ? ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻസസിന്റെ മറ്റൊരു ഫീച്ചർ എന്താണ്? എന്തൊക്കെയാണ് അത് കളക്ട് ചെയ്യാൻ മെയിൻലി? It collects and analyzes data on population size. അല്ലെ, എന്തിനൊക്കെ കുറിച്ചാണ് അത് കളക്ട് ചെയ്യുക? ഇത് സെൻസസ് എന്ന് പറയുന്നത് ഫോർമൽ ഡെമോഗ്രഫി അല്ലെങ്കിൽ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഫസ്റ്റ് പോയിന്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഇതെന്താണ് ജോബ് ചെയ്യുന്നത്? എന്തിനൊക്കെ കുറിച്ചാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? പോപ്പുലേഷൻ സൈസ് അല്ലെ, ജനങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ ഏജ് സ്ട്രക്ചർ, പ്രായഘടന. പിന്നെ എന്തിനൊക്കെ കുറിച്ച് ഇതുണ്ടാവും? ജെൻഡർ റേഷ്യോ. ജെൻഡർ റേഷ്യോ എന്ന് പറയുമ്പോ എന്താണ്?
സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചർ, അവിടെയുള്ള സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ കുറിച്ചൊക്കെ അവർ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് സ്റ്റഡീസിൽ ഉൾപ്പെടും? ഫോർമൽ ഡെമോഗ്രാഫി, ഔപചാരിക ജനസംഖ്യാശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. ഏത് മക്കളെ? സെൻസസ് എന്ന് മക്കൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അതിന് സെൻസസ് എന്ന് വിളിക്കാൻ കാരണവും ആ ഒരു ഫോർമൽ ഡെമോഗ്രഫിയിൽ അത് ഉൾപ്പെടാൻ കാരണം? ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ജെൻഡർ റേഷ്യോ, ഏജ് സ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടെയുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ ഉള്ള പഠനമായതുകൊണ്ട് സെൻസസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, ഫോർമൽ ഡെമോഗ്രാഫിന്റെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ ഒരു സെൻസസ് നല്ല രീതിയിൽ നടത്തപ്പെടണമെങ്കിൽ അത് ആരുടെ അനുവാദത്തോടെ ആയിരിക്കണം? ആരുടെ അനുവാദം വേണം? സെൻസസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ആർ ഹെഡഡ് ബൈ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ അല്ലെ. അപ്പോ ആരുടെ അനുവാദത്തോടെയാണ് സെൻസസ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് എന്ന് മക്കള് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മുടെ ലോകത്ത് വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് സെൻസസ് കൺട്രി എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് ഏത് രാജ്യത്തിനാണെന്ന് മക്കൾക്ക് അറിയോ? ഇറ്റ് ഈസ് ഇന്ത്യ അല്ലെ, നമ്മുടെ രാജ്യത്തിനാണ്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് സെൻസസ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നമ്മുടെ ഇന്ത്യയുടെ ഇതാണെന്ന് മറക്കരുത്. സെൻസസ് ഇസ് യൂഷ്വലി കണ്ടക്ടഡ് വൺസ് ഇൻ 10 years ഇൻ ഇന്ത്യ. പിന്നെന്താണ്? സാധാരണയായി 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇന്ത്യയിൽ എന്ത് കളക്ട് ചെയ്യാൻ വരുന്നത്? സെൻസസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീടുകൾ തോറും ആളുകൾ വരുന്നത് 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അല്ലെ. ഓക്കെ, പിന്നെ ഈ ഒരു ചാർട്ട് കണ്ടാൽ മക്കൾക്ക് മനസ്സിലാവും എന്ത്? ഓരോ വർഷത്തോറും ജനസംഖ്യാ വർധനവ് എത്ര മാറ്റമുണ്ട്, കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ. നോക്കിക്കേ, 1900 വർഷവും അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവുമാണ് മറ്റൊരു കോളത്തിൽ പറയുന്നത്. 1901 238 ആണ്. അത് 1911 വന്നപ്പോ ഓരോ 10 വർഷത്തിൽ ഒരിക്കൽ നടത്തുമ്പോഴാണ് കറക്റ്റ് വർധനവ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന്. അത് പിന്നെ കുറെ 10 വർഷം കഴിഞ്ഞപ്പോ 1911 അത് 238 നിന്ന് 252 വന്നു അല്ലെ. പിന്നെ 1921 എത്തിയപ്പോ 251, 1931 279 ആയി, 1941 319 ആയി. അങ്ങനെ അത് എത്ര 2011 സെൻസസ് ലാസ്റ്റ് 1210 എത്തി. അങ്ങനെ കൂടി വരികയാണ് അല്ലെ. ഇപ്പൊ കൂടി വന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ആയി ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് അല്ലെ. അതാണ് ആ ഒരു കണക്കെടുപ്പാണ് പറയുന്നത്. ഈ ഒരു ടേബിള് ഇവിടെ ഈ ഒരു ചാർട്ട് ബേസിസിൽ കൊടുത്തുന്നുള്ളൂ. എത്രയാണ് ഉയരം കണ്ടില്ലേ? ഇങ്ങനെ നിന്ന് ഓരോ 1901 238 ആ ആളുകളാണെങ്കിൽ അത് ഉയർന്ന് ചാർട്ട് കൂടി വന്നു അതിന്റെ ഇൻക്രീസ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോഗ്രഫി. നമ്മുടെ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സാമൂഹിക പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ലേ? അപ്പൊ അതിനെ കുറിച്ച് അറിഞ്ഞാലോ നമുക്ക്. ഓക്കെ, ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹെട്രോജീനിയസ് പോപ്പുലേഷൻ. എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? വൈവിധ്യമാർന്ന ജനസംഖ്യയെ കുറിച്ചാണ് ജനസംഖ്യാ ശാസ്ത്രം പഠന വിധേയമാക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അത് സ്റ്റഡി ചെയ്യുന്നത് പഠിക്കുന്ന എന്തിനൊക്കെ കുറിച്ചാണ്? പോപ്പുലേഷൻ ഡൈനാമിക്സ് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ജനസംഖ്യയുടെ ചലനാത്മകതയെയും വികസനത്തെയും കുറിച്ച് അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഓരോ നിരക്ക് അല്ലെ, ഏജ് സ്ട്രക്ചർ ആയിക്കോട്ടെ, മെയിൽ ഫീമെയിൽ റേഷ്യോ, ഡിപ്പെൻഡൻസി റേഷ്യോ, എല്ലാം ബേസിസിലുള്ള സ്റ്റഡിയാണ് ഡെമോഗ്രഫി നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് അല്ലെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. Analysis of population is possible when it is interwoven with the social condition. അല്ലെ, നമ്മൾ ആ ജനസംഖ്യയെ കുറിച്ച് അവിടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ജനങ്ങളെ കുറിച്ച് അറിയുമ്പോൾ അവിടെ ചുറ്റുവട്ടത്തുള്ള അവരുടെ ആ ഒരു ജനസംഖ്യയെ എന്താണ് ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം അല്ലെ. ജനസംഖ്യയുടെ വിശകലനം സാധ്യമാക്കുന്നത് അത് സാമൂഹിക സാഹചര്യങ്ങളുമായി
ഇഴ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പോപ്പുലേഷൻ ജനസംഖ്യയുടെ വിശകലനം നമുക്ക് സാധ്യമാകുന്നത് അല്ലെ. നമുക്ക് മേലിലെ ആ ഒരു സാമൂഹിക അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അവിടെയുള്ള പോപ്പുലേഷൻ ഗ്രോത്തിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. രണ്ടും എന്താണ്, ഒരു ലിങ്ക് ഉണ്ട് അല്ലെ. അവിടെയുള്ള സോഷ്യൽ എക്കണോമിക് കണ്ടീഷനും ആ ഒരു പോപ്പുലേഷൻ നല്ല ലിങ്ക് ഉണ്ടാവും. അവിടെ നല്ല രീതിയിൽ ലാവിഷ് ലക്ഷൂറിയസ് ലൈഫ് ആണെങ്കിൽ നല്ല പോപ്പുലേഷൻ ഗ്രോത്ത് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുറെ പേര് പോവേർട്ടി, മാൽ ന്യൂട്രീഷൻ മൂലം മരണപ്പെടാം. ആ ഒരു സച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫാക്ടേഴ്സ് അവിടെ എന്ത് ചെയ്യും, ഇന്റർവൂവൻ ചെയ്യാം അല്ലെ. ഓക്കെ, ഇനി സോഷ്യൽ ഡെമോഗ്രഫി മെയിൻലി എന്തിനൊക്കെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്, എന്തിനൊക്കെ കുറിച്ചാണ് പഠനം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് 2 types ഓഫ് ഡെമോഗ്രഫി ഉണ്ട്. ഏതൊക്കെയായിരുന്നു മക്കൾ പറഞ്ഞേ? സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോമൽ ഡെമോഗ്രഫി. അപ്പൊ സോഷ്യൽ ഡെമോഗ്രഫി എന്തിനൊക്കെ കുറിച്ചായിരുന്നു പഠനം നടത്തുന്നത്? നമ്മുടെ സാമൂഹിക അവസ്ഥ അല്ലെ, ആ ഒരു ജനങ്ങൾ താമസിക്കുന്നത് അല്ലെ, അവരുടെ കാസ്റ്റ് ഏതാണ്, ഏജ് ഏതാണ് എന്നൊക്കെ നമ്മൾ സെൻസസിലൂടെ ഇതാക്കില്ലേ. അത് എന്തിലുൾപ്പെടും അല്ലെ. നമ്മള് സർവേക്ക് പോകുമ്പോ അവിടെയുള്ള കാസ്റ്റ്, ജെൻഡർ എല്ലാം നമ്മൾ മനസ്സിലാക്കും അല്ലെ. അപ്പൊ അതാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇത് സ്റ്റഡി ചെയ്യുന്നത് അവിടെയുള്ള ജനസംഖ്യാ ഘടനയെയും മാറ്റത്തെ കുറിച്ചുമാണ് അല്ലെ. പോപ്പുലേഷൻ സ്ട്രക്ചർ ആൻഡ് ചേഞ്ചസ്. അങ്ങനെ ആ ഒരു മാറ്റം വരണമെങ്കിൽ അതിനെ കുറെ ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും. ആ ഘടകങ്ങളെ കുറിച്ചും അവർ പഠനം നടത്തുന്നുണ്ട്. അതിന്റെ നിരക്കും അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു നിരക്ക് എന്ന് പറയുന്ന സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഈ ഒരു സോഷ്യൽ ഡെമോഗ്രഫി അവിടെയുള്ള ആളുകളെ കുറിച്ച് കളക്ട് ചെയ്യുമ്പോൾ, ആ റേറ്റ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ കുറെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെ മക്കളെ? റീജിയൻ, ഏത് റീജിയനിൽ അവർ ഉൾപ്പെടുന്നു, അവരുടെ റിലീജിയൻ ഏതാണ്, കാസ്റ്റ് ഏതാണ്, ജെൻഡർ ഏതാണെന്നൊക്കെ അല്ലെ. സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത് ജനസംഖ്യാ ഘടനയെയും അതിന്റെ മാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ന് ആദ്യം മക്കൾ മനസ്സിലാക്കണം. പിന്നൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ജനസംഖ്യാ ഘടനയെ കുറിച്ചും അതിന്റെ മാറ്റത്തെ കുറിച്ചുള്ള അന്വേഷണവും എങ്ങനെയാണ് അത് സമൂഹ ശാസ്ത്രപരമായ ഘടകങ്ങളുമായി സാമൂഹിക ശാസ്ത്രപരമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ സ്ട്രക്ചറിനെ ഈ ജനസംഖ്യാ ഘടനയെ ബാധിക്കുന്ന കുറെ ഇതുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മതം, ജാതി, ജെൻഡർ മുതലായവ അതിൽ ഇടപെടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ് സോഷ്യൽ ഡെമോഗ്രഫിയുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് അനലൈസസ് ഹൗ ദ ഡെമോഗ്രാഫിക്സ് ഓഫ് an area relate to various social factors in that area. എങ്ങനെയാണ് അവിടെയുള്ള ജനസംഖ്യാ ഘടകങ്ങൾ അവിടെയുള്ള സാമൂഹിക ഘടകങ്ങളുമായി ചേരുന്നത്, ആ ഒരു റിലേറ്റ്, ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്തും അവിടെയുള്ള സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സും എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതും ആര് അനലൈസ് ചെയ്യുന്നുണ്ട്? ഈ സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രം അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടകങ്ങൾ ആ പ്രദേശത്തെ വിവിധ സാമൂഹിക ഘടകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ആ സോഷ്യൽ ഡെമോഗ്രഫി എന്താണ് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിൾ അല്ലേ ഇപ്പോ? അപ്പൊ ഡെമോഗ്രഫി ഇസ് ദസ് എ സോഷ്യലൈസേഷൻ പ്രോസസ്. അപ്പൊ എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ഇത്തരത്തിൽ ജനസംഖ്യാ ശാസ്ത്ര പഠനം ഒരു സാമൂഹീകരണ ഒരു പ്രക്രിയ ആണെന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സും ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും എന്ന് നമുക്ക് നോക്കിയാലോ? ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിലെ സാമൂഹിക ഘടകങ്ങൾ, അതുപോലെ തന്നെ ജനസംഖ്യാ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യുകയും ചെയ്യാം. നോക്കിക്കേ, സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കൾച്ചർ, സംസ്കാരം. നമ്മളിപ്പോ സർവേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള സംസ്കാരം, അതുപോലെ തന്നെ സംസ്കാരം, ആ ഒരു ഫാമിലി ജീവിക്കുന്ന സംസ്കാരം നമ്മൾ മനസ്സിലാക്കും അല്ലെ. പിന്നെ എന്തൊക്കെ മനസ്സിലാക്കും? ഫ്ലെക്സിബിലിറ്റി, വഴക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കും. എന്തൊക്കെ അല്ലെ? പിന്നെ റിലീജിയൻ, അവിടെയുള്ള ആളുകൾ, ഓരോ സെക്ഷൻ ഓഫ് ആളുകളെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവിടെ അവര് ഏതൊക്കെ മതത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മതത്തെ മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യാം. പിന്നെ സോഷ്യൽ കൺട്രോൾ, സാമൂഹിക നിയന്ത്രണം മറ്റൊരു ഫാക്ടർ ആണ്. ഓക്കെ,
സോഷ്യൽ ഫാക്ടറാണ്. ഫിനാൻഷ്യൽ, അവിടെയുള്ള ആളുകളുടെ സാമ്പത്തികം എത്രയാണ് അതിന്റെ റേറ്റ് അനലൈസ് ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിറ്റി, സമുദായം, ഏത് സമുദായത്തിൽ ഇവിടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു, അതൊക്കെ എന്താണ്? സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സാമൂഹിക ഘടകങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഇറ്റ് ഇസ് ഡെമോഗ്രാഫിക് ഫാക്ടർ ആണ്. ജനസംഖ്യ ഘടകങ്ങൾ, ജനസംഖ്യയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വലുപ്പം. പിന്നെയോ ഇറ്റ് ഈസ് ഇന്റേണൽ മൈഗ്രേഷൻ, ആഭ്യന്തര കുടിയേറ്റം. എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇപ്പൊ വേറെ രാജ്യത്തുള്ള ആളുകൾ യുദ്ധം അനുഭവിക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ, പാവപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറി വരുമ്പോൾ നമ്മുടെ ജനസംഖ്യ ഉയരാം, അത് ഒരു കാരണമാണ്. പിന്നെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ, രാജ്യാന്തര കുടിയേറ്റം. മോർബിഡിറ്റി, രോഗാതുരത. ആൻഡ് ഫിഫ്ത് വൺ ഏജ് ആൻഡ് ജെൻഡർ സ്റ്റാറ്റസ്, പ്രായവും ലിംഗപദവിയും. ആൻഡ് സിക്സ്ത് വൺ പോപ്പുലേഷൻ ചേഞ്ച്, ജനസംഖ്യ മാറ്റം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഇത് കറക്റ്റ് ആയിട്ട് നോട്ടിൽ അനലൈസ് ചെയ്യുക, അല്ലെ, നോട്ടിൽ റൈറ്റ് ഡൗൺ ചെയ്യുക. അപ്പൊ അതിന്റെ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ജനസംഖ്യാ പഠനങ്ങൾ നടത്തുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഇറ്റ് ഈസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓരോ സ്ഥലത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തുള്ള പല 29 സംസ്ഥാനങ്ങളുടെയും ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പോസിബിൾ അല്ല, അല്ലെ? കുറച്ച് സ്ട്രെയിനും ഹാർഡ് വർക്കും വേണം. അപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതുപോലെ തന്നെ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അല്ലെ? നീതി ആയോഗിന്റെ ഫുൾ ഫോം ആണ്. ഇറ്റ് ഈസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്, അല്ലെ? ഇറ്റ് ഈസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്, ഇറ്റ് ഈസ് NIPS. And next one, National Family Health Survey, it is NFHS, etc. are the important. ഇതൊക്കെ എന്താണ്? നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആയിക്കോട്ടെ, നീതി ആയോഗ് ഒക്കെ, it is very important institution that conduct what? പോപ്പുലേഷൻ സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതാണ് പറയുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യാ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഏതൊക്കെ മക്കളെ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, അതുപോലെ തന്നെ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ ആൻഡ് സയൻസസ്, അല്ലെ? ഇങ്ങനെയുള്ള ജനങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തോളൂ നോട്ടില്. ഓക്കെ, ചെയ്തു കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വൺ, ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ആ ഒരു ടേബിളിൽ നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സും ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും ലിസ്റ്റ് ചെയ്തതാണ്. അപ്പോ ഓരോ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടെ പറയാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, അത് നമ്മുടെ ജനസംഖ്യയെ വലിയ തരത്തില് ബാധിക്കുന്ന ഒരു ഘടകമാണ്, അല്ലെ? ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു പോപ്പുലേഷൻ, ആ ഒരു സൊസൈറ്റിയിലുള്ള പോപ്പുലേഷൻ സ്റ്റഡീസ് നമ്മൾ നടത്തുന്നത്, അല്ലെ മക്കളെ? ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ അവിടെയുള്ള ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സെൻസസ് നടത്തുമ്പോൾ അവിടെയുള്ള ജനന നിരക്കും മരണനിരക്കും നമ്മൾ ആദ്യം ചോദിക്കും, അല്ലെ? പിന്നെന്താണ്? മൈഗ്രേഷൻ, കുറെ ആളുകൾ നിങ്ങൾ ഇവിടെ ആദ്യം ഉള്ളവരാണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണോ, കുടിയേറി വന്നതാണോ ചോദിക്കാറുണ്ട്. അപ്പൊ കുടിയേറ്റം. പിന്നെന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി, ആ ഒരു സൊസൈറ്റിയിൽ, ആ ഒരു ഗ്രാമത്തിൽ എത്ര ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ട് എന്ന് ചോദിക്കും. ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഇസ് ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ ശിശു അനുപാതം. ഓക്കെ, ഇതൊക്കെയാണ് ദ ഫാക്ടേഴ്സ് ഓർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രാഫി. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫീമെയിൽ മെയിൽ റേഷ്യോ. ഓക്കെ, ഇനിയുണ്ട് ഇൻഡിക്കേറ്റേഴ്സ്. ഏതൊക്കെയാണ്? ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ്സ്, അല്ലെ? ആയുർദൈർഘ്യം എന്ന് വെച്ചാൽ ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ സെൻസസ് എടുക്കാനോ സർവേ എടുക്കാനോ പോയാൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലും ഡിസീസസ് ഒക്കെ വന്നിട്ട് മരണപ്പെടുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഫ്ലെക്സിബിൾ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ള റേറ്റ് എടുക്കും, അല്ലേ? എത്ര വയസ്സാവുമ്പോഴാണ്? ഒരു 60 വയസ്സെത്തുമ്പോൾ ആളുകൾ മരണപ്പെടുന്ന ഇതാണോ, അല്ലെങ്കിൽ കുറേ വയസ്സ് ജീവിക്കുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് ഏജ് സ്ട്രക്ചർ, പ്രായഘടന, ഇത്ര വയസ്സുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടോ, അല്ല 60 വയസ്സിന് മുകളിലുള്ള എത്ര പേര് ഇവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ?
അതൊക്കെ ഏജ് സ്ട്രക്ചറിൽ പെടും. ഡിപ്പെൻഡൻസി റേഷ്യോ നമ്മൾ പറഞ്ഞതാണ്, ആശ്രയിക്കുന്നത്, നമ്മുടെ പാരന്റ്സിനെ ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ടാവില്ലേ, എത്ര പേരുണ്ട്, അതിന്റെ നിരക്ക്. അപ്പൊ ഇതൊക്കെയാണ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനൊക്കെ കുറിച്ചാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? മെയിൻലി എന്താണ്? We have discussed about population growth in India. അപ്പൊ ഇന്ത്യയില് ജനസംഖ്യ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇന്ത്യയില് ഒരു സ്ഥലത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യ മെയിൻലി ആ ഒരു അവിടെയുള്ള നിരക്കൊക്കെ ഇതാക്കണമെങ്കിൽ പല ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? സോഷ്യൽ ഫാക്ടേഴ്സും ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും അല്ലെ. അപ്പൊ എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ്? നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ സോഷ്യൽ ഡെമോഗ്രഫി ഇതിൽ പെടും അല്ലെ. നമ്മൾ ഡെമോഗ്രഫിനെ കുറിച്ച് പറഞ്ഞു. ഡെമോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യാ പഠനത്തെ, ജനസംഖ്യാ ശാസ്ത്രമാണ് ഡെമോഗ്രഫി. അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പറഞ്ഞു, സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോർമൽ ഡെമോഗ്രഫി അല്ലെ. അപ്പോ അതിനെ നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ. അപ്പൊ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ കുറിച്ചാണ്? സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയാം അല്ലെ? മെയിൻലി നമ്മൾ എന്തിനൊക്കെ കുറിച്ചുള്ളതാണ്? അവിടെയുള്ള റിലീജിയൻ അല്ലെ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇതൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരും അല്ലെ. സാമൂഹിക ഘടന, അത് നമ്മൾ ഇതിൽ മനസ്സിലാക്കും സോഷ്യൽ ഡെമോഗ്രഫിയിൽ അല്ലെ. ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? റേഷ്യോ, ഏജ് സ്ട്രക്ചർ അല്ലെ, പ്രായഘടന, പിന്നെ ബർത്ത് റേറ്റിനെ കുറിച്ച് ചോദിക്കും. ബർത്ത് റേറ്റ് കൂടാതെ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന നിരക്കും മരണനിരക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സിലാണ്. ഓക്കെ. ഡിപ്പെൻഡൻസി റേഷ്യോ, ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ കുറെ നമ്മൾ നീതി ആയോഗ് പോലുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞു. ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ നിരക്കൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് നീതി ആയോഗ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ പിന്നെ നമ്മൾ ഡെമോഗ്രഫിന്റെ 2 ടൈപ്പും നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് ഡെമോഗ്രഫിന്റെ 2 ടൈപ്പ്? ഏതൊക്കെയാണ് മക്കൾ പറഞ്ഞേ? ഡെമോഗ്രഫിന്റെ 2 ടൈപ്സ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോർമൽ ഡെമോഗ്രഫി അല്ലെ. സോഷ്യൽ ഡെമോഗ്രഫി, അതുപോലെ തന്നെ ഫോർമൽ ഡെമോഗ്രഫി. ഓക്കെ. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജനസംഖ്യയെ ആസ്പദമാക്കി അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അനലൈസ് ചെയ്തത്. ഇനി ബാക്കി റിമൈനിങ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.